അന്നത്തെ കാലത്തെ ടൂറും കാര്യങ്ങളൊക്കെ എവിടേക്കെങ്കിലും ഇപ്പൊ നിങ്ങളെ കൊണ്ടുപോയിനോ അതൊക്കെ? അങ്ങനെ ഊട്ടി ഒന്ന് കാണാൻ പോയി, ഇപ്പി അടക്കം. അന്നാണ് നിങ്ങൾ രണ്ടാളും ഒപ്പം ടൂറ് പോണത്. ഒപ്പം ടൂറ് പോണത്. ഇന്നത്തെ കാലത്ത് വെഡിങ്ങിന് സർപ്രൈസ് അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് സർപ്രൈസ് അങ്ങനെ എന്തെങ്കിലും ഇപ്പ നിങ്ങൾക്ക് സർപ്രൈസ് പരമായിട്ട് അന്നത്തെ കാലത്ത് എന്തെങ്കിലും തന്നിക്കണോ? ഒരു 48 വർഷങ്ങൾ മുമ്പുള്ള ഒരു കല്യാണത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതും കല്യാണച്ചെക്കനെ കല്യാണത്തിന്റെ അന്ന് കാണുന്ന ഒരു കല്യാണം. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പൊ ഇതാണ് നമ്മളെ ബ്രൈഡൽ വന്നിട്ട്. ഇന്ന് നമ്മള് കല്യാണ പെണ്ണിന് ബ്രൈഡൽ എന്നൊക്കെയാണ് പറയാ. അന്ന് പുതുപ്പെണ്ണ് അങ്ങനെയല്ലേ പറയാം, പുതിയെണ്ണ്. അന്ന് ഇങ്ങനെ പുതിയെണ്ണ് എന്നൊക്കെയാണ് പറയാ. ആദ്യം തന്നെ നമുക്ക് ഉമ്മാന്റെ കല്യാണം എങ്ങനെയായിരുന്നു, എത്ര ഏജിലായിരുന്നു, എങ്ങനെയൊക്കെ കാണാൻ വന്നിരുന്നത് എന്നൊക്കെ ഒന്ന് കേട്ട് നോക്കിയാലോ. ആദ്യം തന്നെ നിങ്ങളെ കാണാൻ വരുന്നത് എങ്ങനെയാണ്, എത്രാമത്തെ വയസ്സിലാണ്, എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ ഒന്ന് പറഞ്ഞാണ് നിങ്ങള്. പഠിപ്പ് പറഞ്ഞാൽ അന്നത്തെ കാലം 5ാം ക്ലാസ് വരെ പഠിച്ച് പിന്നെ പഠിപ്പൊക്കെ നിർത്തി കുട്ടികളെ നോക്കാൻ നിന്ന്. അതിൻ്റെ ഇടയിൽ കല്യാണം വന്നും കണ്ട് കല്യാണ ചെറുക്കനാണ് കാരണം എവിടുന്നേലും കണ്ടു കാണും. അങ്ങനെ ഞാനും എവിടുന്നേലൊക്കെ കണ്ടുക്കണമെന്ന് ചോർമല്ല. കല്യാണം കഴിഞ്ഞിട്ടാ ഞാൻ ഇതാണ് ആള് എന്ന് മനസ്സിലാക്കിയത്. കുട്ടികളെന്ന് പറയുന്നത് അനിയത്തിമാര് അനിയന്മാരാണ് കേട്ടോ കുട്ടികളെന്ന് പറയുന്നത്. പിന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞ് പഠിപ്പ് പറഞ്ഞാൽ ഇപ്പൊ അതേപോലെ SLC കാര്യങ്ങളൊന്നും പോയിട്ടില്ല. 5ാം ക്ലാസ് വരെ പോയി. അത് കഴിഞ്ഞ് താഴെ കുട്ടികളെ നോക്കി. അതിന്റെ ഇടയിൽ കല്യാണം ഉണ്ട് എന്ന് പറയുന്നത് കേട്ട്. അങ്ങനെ നിങ്ങൾക്ക് കല്യാണത്തിന് ചെക്കൻ കാണാൻ വരിക അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കാണാൻ വരിക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, പെണ്ണുങ്ങൾ കാണാൻ വന്നിട്ടില്ല. പെണ്ണുങ്ങളൊക്കെ അതിന് ഓൽക്കില്ലോലും ഞങ്ങള് ഒക്കെ ഇവിടെ അടുത്തായോണ്ട് എല്ലാവരും കണ്ടോലാണ്. അപ്പൊ പിന്നെ ഒരു പെണ്ണ് കാണലെ ചടങ്ങ് ഒരു ചാക്ക് മുട്ടായി ഒന്നും ഇപ്പത്തെ അന്നത്തെ അന്നില്ല. ഇപ്പഴല്ലേ ഇപ്പൊ പെണ്ണ് കാണലെ ചടങ്ങ് കാരണം ഒരു ചാക്ക് മുട്ടായി കഴിച്ചതിനും മാലി. ഇന്നതില്ലോൽക്ക് സുഖല്ലേ, ഇഷ്ടം പോലെ കിട്ടുമല്ലോ ആണുങ്ങളെ പെരയുന്നു. അപ്പം കല്യാണത്തിന്റെ അന്നാണ് നിക്കാഹ് കല്യാണം ഒപ്പം? കല്യാണവും നിക്കാഹും ഒക്കെ ഒപ്പം തന്നെയാണ്. കല്യാണം ഇതേപോലെ ഉച്ചക്കൊന്നല്ല, രാത്രിയേനി. രാത്രി ഒരു നട്ടപ്പാതിരിയാകുമ്പം പുതിയാപ്പിള വരിക. എന്നിട്ട് പിന്നെ ഒക്കെ ഒരുക്കി കൊണ്ടുപോയി അതിന് കാസ്ലൈറ്റ് പറഞ്ഞ വെളിച്ചവും കാര്യങ്ങളും കറണ്ടും വെളിച്ചമൊന്നും ഇല്ലല്ലോ. അങ്ങനെ വെളിച്ചമൊക്കെ കൊണ്ട് നടന്ന് ഞങ്ങൾ കഷായപ്പടിക്കലേനി. അവിടുന്ന് നടന്ന് ഇങ്ങോട്ട് മരുതങ്ങാട്ടേക്ക് പോന്നു. അങ്ങനെ ചുറ്റി വളഞ്ഞ് പാട്ടും പാടി ഇഷ്ടംപോലെ പാട്ടുകാരൊക്കെ ഉണ്ടായിനി. കല്യാണത്തിന്റെ അന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾഡ് പരമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സ്വർണ്ണം എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നിക്കായിന് ഇട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും? അതിന് പറഞ്ഞ ഒരു മൂതരത്തിന്റെ പൈസ തന്നിക്കാണ്. ഒരു മൂതരം വാങ്ങാനുള്ള പൈസ നമ്മളെ അടുത്ത് കൊണ്ടരും കെട്ടൊന്നുമില്ല അന്നത്തെ അന്ന്. ഇനി കെട്ടുന്നോലുണ്ടോന്ന് അറിയില്ല. അപ്പം പാപ്പാന്റെ കയ്യിൽ കൊടുത്ത് പാപ്പ പറഞ്ഞത് ഇങ്ങനെ മഹാറാണെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പിന്നെ തന്നു. അതിന് പിന്നെ മൂതരം വാങ്ങി എന്താന്ന് വെച്ചാൽ ഓർമ്മ കിട്ടണില്ല. കല്യാണത്തിന്റെ അന്ന് എങ്ങനെയാണ് മൈലാഞ്ചി അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്? തലേന്ന് അറിവും കാര്യങ്ങളും ഇപ്പം സദ്യയും പരിപാടി ആൾക്കാരും കൂടലും ഇപ്പം പാട്ടൊക്കെ ഉണ്ടായിനി. പിന്നെ മൈലാഞ്ചി പരിപാടിയായിട്ടൊന്നും ഇട്ടിട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നടന്നാണ് പോവുക? വണ്ടി ഇല്ലായിട്ടാണോ അല്ലെങ്കിൽ വണ്ടി ഉള്ളവര് വണ്ടിയിലാണോ പോവുക? വണ്ടി ഉള്ളവര് വണ്ടി പോകും. ഇത് വണ്ടിക്കില്ല ദൂരമൊന്നും ഇല്ല, അടുത്തല്ലേ. പിന്നെ ഫോട്ടോവും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അതൊക്കെ ഉണ്ടോന്ന് അറിയില്ല, ഞങ്ങൾക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല. അന്നത്തതൊന്നും വെച്ച് ശരിക്കും അറിയില്ല. അതൊക്കെ ഉണ്ടോന്ന് അറിയില്ല, നമുക്ക് ഫോട്ടോ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവില്ല? അതൊന്നുമില്ല. അതൊന്നുമില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞൊന്നില്ല, ഫോട്ടോ ഇല്ല, മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെ പള്ളിയിൽ അങ്ങനെ ഒപ്പിടൽ? നിക്കാഹ് കഴിഞ്ഞ് പള്ളിയിൽ തെളിവുണ്ട്. അങ്ങനെ ഉണ്ട്. അപ്പൊ നിങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇപ്പാന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ കല്യാണത്തിന്റെ അന്നാണ് നിങ്ങള് ശരിക്കും ഇപ്പാനെ കാണുന്നത്. ഇപ്പൊ ചിലപ്പോ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, ഒരേ നാട്ടുകാരാണ്. അപ്പൊ കല്യാണത്തിന്റെ അന്ന് നിങ്ങൾ ഇപ്പാനെ കണ്ടപ്പോ എങ്ങനെയാണ്? അപ്പൊ കുഴപ്പമില്ല, സാറേനി കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്തേലും ഇട്ടിന്? ഷർട്ട് മുണ്ടാണ് അതോ പാന്റാണോ? പാന്റല്ല, തുണിയും ഷർട്ടും. അപ്പൊ നിങ്ങളെ പെരയുന്ന കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പാന്റെ അപ്പൊ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഇവിടെ അന്ന് എപ്പോഴേന് പരിപാടി? അന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ? നട്ടപ്പാതിരി ആയിക്കണ്. നട്ടപ്പാതിര സമയത്ത് പിന്നെ ഇവിടെയും ചോറ് തന്നെയാണ്. ചോറും കറിയൊക്കെ ഉണ്ട്, ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി തിന്ന് കഴിഞ്ഞ് എല്ലാവരും പിന്നെ ഒക്കെ പുതിയ ഇവിടെ ആക്കിങ്ങാണ്ട് പിന്നെ ഒരു പോവും. പിന്നെ അങ്ങനത്തെ ഒരു പിറ്റേന്നൊരു രാവിലത്തെ ഒരു അടുക്കള കാണാലോ അല്ലെങ്കിൽ ഒരു അടുപ്പ് കാണാലോ അങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഒന്നില്ല. പിന്നെ സൽക്കാരത്തിന് വിളിച്ചും പിന്നെ വരും, ആരെയിലൊക്കെ പെരിന്ന് വന്ന് നോക്കും, വിവരറിയാൻ വരും എന്നല്ലാതെ അന്നത്തെ ഒരു അടുക്കള കാണല്ലേ പറഞ്ഞൊരു ചടങ്ങും പിറ്റേന്നൊരു ചടങ്ങൊന്നുമില്ല. അതൊക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയത്, അന്ന് അതൊന്നുമില്ല. ഇപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിലേ ഇപ്പൊ നമ്മള് ജോലിയൊക്കെ നോക്കിയിട്ടേ കിട്ടുള്ളൂ. അപ്പൊ അന്ന് എന്ന് പറയണത് എന്തെങ്കിലും പാടത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടെങ്കിൽ അങ്ങനെ ജോലിയും കാര്യങ്ങളൊന്നും അന്നത്തെ കാലത്ത് നോക്കൂല. അപ്പൊ ഇനി അതിന്റെ ഇടയ്ക്ക് നമ്മളെ കല്യാണം കഴിഞ്ഞൊരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പം ഭർത്താവ് മരിച്ചാണെങ്കിൽ എങ്ങനെയൊക്കെ ഭാര്യ അങ്ങനെ ജീവിക്കൊക്കെ?
ഭാര്യ ജീവിച്ചറിഞ്ഞാല് പിന്നെ ഭാര്യ കുട്ടിനെയും കൊണ്ട് പിന്നെ അവിടെ നിൽക്കലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു ഭാര്യന്റെ പെരീക്ക് പോവും. പെരീ ചെന്നുങ്ങാണ് പിന്നെ എല്ലാവരും പാടെ കൂടി കുട്ടികളെ ആങ്ങളാരും ഉമ്മാരും വാപ്പാരും ഒക്കെ പാടെ കൂടി ആ കുട്ടിനെ വളർത്തും. അതിൻ്റെ ഇടയിൽ പിന്നെ അങ്ങനത്തെ ഒരു രണ്ടാം കല്യാണം ഒന്നും ഇപ്പം അന്ന് അങ്ങനെ ആർക്കും ഇല്ല. ഇപ്പോഴത്തെ മാതിരി ധാറിമത്തിന് കല്യാണക്കാരൊന്നും വരൂല. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഒന്നും പോന്നാൽ പിറ്റേന്ന് തന്നെ കല്യാണമാണ്. അന്നത്തെ കല്യാണം പോലെ അല്ല, അന്നത്തെ കാലം പോലെയല്ല. ആ കുട്ടിനെയും കൊണ്ട് അങ്ങനെ വളർത്തി അതിൻ്റെ ഇടയിൽ പിന്നെ ആരെങ്കിലും കഷ്ടകാലത്തിന് വന്നെങ്കിൽ കെട്ടി കൊണ്ടുപോകും. അല്ലാത്ത കല്യാണമൊന്നും ഇല്ല. ഇപ്പൊ ഇന്ന് കണ്ടിട്ടില്ല, ഇപ്പൊ വേണ്ടെങ്കിൽ വേണ്ട ഡൈവോഴ്സ് ആയിട്ട് പോണം. അന്നത്തെ കാലത്ത് ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കല് കുറവല്ലേ? കുറവാണ്. പിറ്റേന്ന് ഒരാൾ കെട്ടിച്ചാൽ പിന്നെ ഒരാൾക്ക് ആർക്കും ആവശ്യമല്ല, പിന്നെ ആരും കെട്ടൂല. പിന്നെ പോലെ ആരും ആവശ്യമല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞു പിന്നെ എങ്ങനെയൊക്കെ കഷ്ടകാലത്തിന് ആരെങ്കിലുമൊക്കെ പോയെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഈ ഇന്നത്തെ കാലത്തെ മാതിരി പിറ്റേന്ന് തന്നെ കല്യാണം, പിറ്റേന്ന് തന്നെ വേറെ പുതിയാപ്പിള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. അന്ന് അതേപോലെ തന്നെ അന്ന് പെണ്ണുങ്ങൾക്കും വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് 8ാം ക്ലാസ് 10ാം ക്ലാസ് വരെയൊക്കെ ഉള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊന്നും ആർക്കും പിന്നെ വല്ലാതല്ല. പിന്നെ ഞങ്ങളവിടെ ഈ സ്കൂൾ പറഞ്ഞാൽ അന്ന് ഹൈസ്കൂളായി വരുന്നുള്ളൂ. പിന്നെ പോകണമെങ്കിൽ ചുങ്കത്തറ പോകണം. അതിനൊന്നും ഇപ്പം പിന്നെ ബസ്സില്ല. ഇവിടെ നടന്ന ചുങ്കത്തറക്കൊക്കെ പോകല്. അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ചുങ്കത്തറക്കൊക്കെ പോയിന്. ഞാൻ പിന്നെ 5ാം ക്ലാസ് ഒന്ന് നിർത്തിയോണ്ട് പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിന് 5ാം ക്ലാസ്. ആ കൊല്ലാണ് ഹൈസ്കൂളായത് ഇവിടെ. നിങ്ങൾ ഇപ്പാൻ്റെ ഒപ്പം അങ്ങനെ പണിക്കൊക്കെ പോകലുണ്ട് ഇനി? ഇപ്പാൻ്റെ ഒപ്പം എന്നല്ല, ഞങ്ങൾ വേറെ പണിക്കോവും. ഇപ്പം വേറെ ആണുങ്ങളെ പണിക്ക് എന്തെങ്കിലും കന്നൂട്ടാന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്കൊക്കെ പോകും. ഞങ്ങളിവിടെ പാടത്തെ പണിക്കൊക്കെ തുണക്കാരൊപ്പൊക്കെ അങ്ങനെ പോയിനി. അന്ന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ നല്ല പണിയും കാര്യങ്ങളൊക്കെ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ കൂലിയില്ലല്ലോ, പൈസ കുറവല്ലേ. 100 ഉറുപ്പ്യ 150 ഉറുപ്പ്യ 25 ഉറുപ്പ്യ അതൊക്കെ അല്ലേ ഉള്ളൂ കൂലി അന്നത്തെ കാലം. പിന്നെ അതേപോലത്തെ സാധനത്തിന് വിലയില്ല. പിന്നെ പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടുണ്ടാക്കുകയാണ്. ഇതേപോലെ അങ്ങാടിയിൽ വരലും വാങ്ങലൊന്നുമില്ല. അങ്ങാടിയത്തെ പച്ചക്കറിയൊന്നും ആരും അങ്ങനെ വാങ്ങൂല. വന്നത്തെ കാലത്തെ ടൂറും കാര്യങ്ങളൊക്കെ എവിടേക്കെങ്കിലും ഇപ്പൊ നിങ്ങളെ കൊണ്ടുപോയിനോ? അതൊക്കെ ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല. തക്കാരത്തിന് പോയിനി അതിലൊക്കെ. അല്ലാത്ത ടൂറൊന്നും ഞങ്ങൾ പോയിട്ടില്ല. തൽക്കാലത്തിന് നടന്നാണ്ട് അങ്ങനെ പോലെ നടന്നുങ്ങാണ്ടല്ല, ബസ്സിന് കയറി പോയിങ്ങാണ്ടൊക്കെ അങ്ങനെയൊക്കെ തൽക്കാലത്തിന് പോയിക്കണമെന്നല്ലാതെ ടൂറും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ടൂറ് പോയത് ഇപ്പോൾ ഫസ്റ്റിൽ അഞ്ചക്കുട്ടി ഇഞ്ഞെ കൊണ്ടുപോയിട്ടാണ് ടൂറ് ഊട്ടി കാണുന്നത്. അങ്ങനെ ഊട്ടി ഒന്ന് കാണാൻ പോയി. ഇപ്പം അടക്കം അന്നാണ് ഇങ്ങനെ രണ്ടാളും ഒപ്പം ടൂറ് പോണത്. ഒപ്പം ടൂറ് പോണത്. പിന്നെ ഇപ്പം അങ്ങനെ ഗൾഫിക്കും അവിടേക്കൊക്കെ പോയി എന്നല്ലാതെ ഞാൻ പിന്നെ എവിടേക്കും ടൂറും കാര്യങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല. ഇന്നത്തെ കാലത്ത് വെഡിങ്ങിന് സർപ്രൈസ് അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് സർപ്രൈസ് അങ്ങനെ എന്തെങ്കിലും ഇപ്പ നിങ്ങൾക്ക് സർപ്രൈസ് പരമായിട്ട് അന്നത്തെ കാലത്ത് എന്തെങ്കിലും തന്നിക്കണോ? ഒരു സർപ്രൈസും ഇല്ല. ആ കപ്പിളാണ് കേക്കൽ തന്നെ തുടങ്ങിയത്. സംഭവം ഉണ്ടാവും, ഞമ്മക്കതൊന്നുമില്ല. ഞമ്മക്ക് പണി 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 അതന്നെ ഉള്ളൂ. അല്ലാത്ത സർപ്രൈസും കാര്യങ്ങളൊന്നുമില്ല. ഇന്നാണ് അനങ്ങിയ സർപ്രൈസ്. പെണ്ണ് കാണാൻ വരുമ്പം മുട്ടായി, സ്വർണം, പിന്നെ അതിൻ്റെ ഇടയിൽ ഡ്രസ്സുകൾ, അതിൻ്റെ ഇടയിൽ ടൂറ്, അതിൻ്റെ ഇടയിൽ നടക്കാത്ത പരിപാടികളൊന്നുമില്ല. ഒക്കെ അന്നത്തെ കാലാജവക ഒരു പരിപാടിയില്ല. കല്യാണമൊക്കെ അന്നത്തെ കാലത്ത് തന്നെയാണ് നല്ലത്. എന്താ വെച്ചാൽ 2, 3, 4 ദിവസം ആഘോഷങ്ങളല്ലേ. അന്നിപ്പോൾ ആഘോഷത്തിന് ആരെടുത്തും വല്ലാതെ പൈസയില്ല. ഇപ്പം അതിനൊക്കെ കടമില്ലെങ്കിലും ഉണ്ടാക്കല്ല. അന്ന് കടം വാങ്ങണമൊക്കെ പേടിയാണ്. നമുക്ക് കടം വാങ്ങിയാൽ അത് കൊടുക്കാൻ കിട്ടൂല എന്നുള്ളൊരു പേടിയാണ്. ഇപ്പം മനുഷ്യനാ പേടിയില്ലല്ലോ. നിങ്ങളിപ്പോ അന്ന് പുതുക്കാൻ പോകുന്ന നിങ്ങളെ കൂട്ടുകാരികളുടെ പേരൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പുതുക്കം പോകുന്ന കാരണം അടുത്തൊക്കെ ആയതുകൊണ്ട് ആ കല്യാണക്കുടിയിൽ ഒരു പുള്ളും പോയി നിൽക്കണം. അപ്പം എല്ലാവരുടെ പേരൊന്നും ഉച്ചറിയില്ല. കുറേയൊക്കെ തുണക്കാരത്തികളും താത്താൻ്റെ അഞ്ചത്തി ഉണ്ടായിനി. പിന്നെ വേറെ അവിടെ അയലോക്കത്ത് വേറെ പെണ്ണുണ്ടായിനി. പിന്നെ ഞങ്ങൾ അന്ന് സ്കൂൾ പഠിച്ചുകൊണ്ട് അക്കരെ കുറ്റിക്കാട്ടിലില്ല കുറച്ച് കുട്ടികളുണ്ടായിനി. പിന്നെ അവിടെ ചുറ്റുപാടിലെ കുട്ടികളെല്ലാവരും പോയി നിൽക്കണം. ഇഷ്ടം പോലെ കുട്ടികളും തുണക്കാരത്തികളും ഇഷ്ടം പോലെ പോയി നിൽക്കണം. ആ കുട്ടി അടക്കി പോയി നിൽക്കണം. ഇന്ന് ഇപ്പൊ ആ തുണക്കാരത്തികളെ നിങ്ങൾ കാണലൊക്കെ ഉണ്ടോ? ഇപ്പം അധികമൊന്നും കാണലില്ല. ഇപ്പം 1, 2 ആളെയൊക്കെ നാളിപ്പോൾ കണ്ട്. ഒരാൾ അവിടെ കുറ്റിക്കാട്ടിലുണ്ട്, ഒരാൾ ഇവിടെ മുത്തടുത്തുണ്ട്. അങ്ങനെ പിന്നാണ് നിങ്ങളെ കല്യാണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബ്രൈറ്റ് ടു ബി ഉണ്ടായിനി, ഒരു മെഹന്തി നൈറ്റ് ഉണ്ടായിനി, അങ്ങനെ പല പല പരിപാടികൾ ഉണ്ടായിനി. അന്നാകുമ്പോ ഒറ്റ ഇതിലെല്ലാം കഴിഞ്ഞു. പരിപാടി 2 ദിവസത്തെ പരിപാടി. ഇന്നത്തെ പോലത്തെ ഡ്രസ്സും അതുപോലെ തന്നെ ജ്വല്ലറി ഒക്കെ ഇട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങ അങ്ങക്ക് അന്ന് പൂതി ഉണ്ടായിനി. അന്ന് ചോളിയേനി. അന്നിപ്പം അന്ന് സാരി പറഞ്ഞാൽ വിവിധക്കാർക്കൊക്കെ തുണിയാണ്. സാരി എന്ന് പറഞ്ഞാൽ അന്ന് നല്ലൊരു കൗതുകമാണ്. അന്നത്തെ കാലം സാരി ഇനിന്ന് പറഞ്ഞാൽ ഊറ്റാണ്. എന്നമാതിരി സാരിയൊക്കെ തന്നെയായിനി.
അപ്പൊ നിങ്ങൾ ആ 46 വർഷങ്ങൾക്ക് മുമ്പ് ചെക്കനെ കല്യാണ പന്തലിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കല്യാണ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ നിങ്ങളെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ എങ്ങനെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ കൂടെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റ. ഒരു ടാറ്റ കൊടുത്തേക്ക്.